ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. അതായത് ഇന്ന് നമ്മൾ റയാൻ്റെ ബർത്ത്ഡേ ആണ്. സോ അതിനായിട്ടുള്ള കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരുപാട് ലേറ്റായിട്ട് ഏകദേശം 8 മണിയൊക്കെ കഴിഞ്ഞ പിന്നെയാണ് നമ്മളിപ്പോൾ കേക്ക് വാങ്ങിക്കാൻ പോകുന്നത്. കാരണം റിജുവാട്ടിന് ഓഫീസിൽ നിന്ന് വരാൻ ലേറ്റായി, കുറച്ച് എമർജൻസി വർക്ക് ഉണ്ടായിരുന്നു, എനിക്കും 8 മണി വരെ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. പറയാൻ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്താ കേക്ക് വാങ്ങിക്കാത്തതെന്ന് വെച്ചിട്ട്. അപ്പോൾ സ്കൂളിലേക്കുള്ളതൊക്കെ രാവിലെ കൊടുത്തു വിട്ടായിരുന്നു കേട്ടോ. സ്കൂളിൽ ചോക്ലേറ്റ് അലൗഡ് അല്ല. സോ അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും പെൻസിൽ കൊടുത്തു, ടീച്ചേഴ്സിന് മാത്രം ചോക്ലേറ്റ് കൊടുത്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ വൈകുന്നേരമായിട്ട് കേക്ക് വാങ്ങിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ താമസിക്കുന്നിടത്ത് തന്നെ മയൂര എന്ന് പറഞ്ഞിട്ടൊരു ബേക്കറി ഉണ്ട് കേട്ടോ. മലയാളീസിൻ്റെ ബേക്കറിയാണ്. അപ്പോൾ ഇവിടെ ദബാസ്പേട്ടുള്ള നല്ല ഫേമസ് ആയിട്ടുള്ളൊരു മലയാളി ബേക്കറിയാണ് കേട്ടോ മയൂര. സോ അവിടത്തേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടുത്തെ സ്റ്റാഫൊക്കെ മലയാളീസാണ്. അപ്പോൾ അവിടെ നിന്ന് ചെറിയൊരു കേക്ക് വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിയ കേക്ക്. ചോക്ലേറ്റ് ഫ്ലേവറിൽ നട്ട്സൊക്കെ വെച്ചിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഞാനിത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. സോ അതുകൊണ്ടാണ് ഈ ഒരു കേക്ക് വാങ്ങിയത്. പിന്നെ നമ്മൾ 3 ആൾക്കാരേ ഉള്ളൂ, വേറെ ആരും വിളിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ ഗ്രാൻഡായിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്യുന്നില്ല, നമ്മൾ മാത്രമുള്ളൊരു സെലിബ്രേഷനാണ് കേട്ടോ. പിന്നെ ഫാമിലീസൊക്കെ നാട്ടിലാണല്ലോ, അപ്പോൾ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് വന്നു പോകാൻ പറ്റില്ല. സോ അതുകൊണ്ട് നമ്മൾ മാത്രമുള്ളൊരു സെലിബ്രേഷനാണ്. പിന്നെ സ്കൂളൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ റിജുവാട്ടിന് ഓഫീസിൽ നിന്ന് ലീവ് കിട്ടാത്തതുകൊണ്ടും നമ്മൾ നാട്ടിലേക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഇവിടെ തന്നെയുള്ള നമ്മുടേതായിട്ടുള്ള ചെറിയ രീതിയിലുള്ള സെലിബ്രേഷനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 3 ആളും കൂടി സന്തോഷത്തോടെ റയാൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തു കേട്ടോ. അവനും കേക്ക് കൊടുത്തു, നമ്മളും കേക്ക് കഴിച്ചു. അങ്ങനെ ഹാപ്പി ആയിട്ട് ആ ഒരു ബർത്ത്ഡേ കേക്ക് കട്ടിങ് അവിടെ നടന്നു കേട്ടോ. അപ്പോൾ കേക്ക് കണ്ടപ്പോഴേ റയാൻ ഫുൾ ഹാപ്പിയാണ്. കാരണം കുട്ടികൾക്കൊക്കെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ എന്താണ്, കേക്ക് കട്ടിങ് ആണ് മെയിനായിട്ട് മനസ്സിൽ വരുന്നത് അല്ലേ. അപ്പോൾ അത് കിട്ടിയാൽ പിന്നെ അവർ ഹാപ്പി ആയിരിക്കും. അപ്പോൾ റയാൻ ഈ ഒരു കേക്ക് കണ്ടപ്പോഴേ അവൻ ഫുൾ ഹാപ്പിയാണ്. അവൻ ഹാപ്പി ആയപ്പോൾ നമ്മളും ഹാപ്പി ആയിട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു, നമ്മളതായിട്ടുള്ള രീതിയിൽ നല്ല അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ. റയാന് ഗിഫ്റ്റായിട്ട് നമ്മളൊരു സൈക്കിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വാങ്ങുന്ന വീഡിയോ ഞാൻ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നില്ല, വേറെ തന്നെ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാട്ടോ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയത്. പാൽപ്പായസം ഞാൻ ഓൾറെഡി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡിൻ്റെ കാര്യം എന്താ വെച്ചാൽ റിജുവാട്ടൻ ഇന്ന് ഓഫീസിൽ നിന്ന് വരുമ്പോൾ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യേണ്ട, നാളെ സെലിബ്രേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ സ്പെഷ്യലായിട്ടുള്ള ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് കുറച്ച് നേരത്തെ വരാൻ പറ്റി. അതുകൊണ്ട് വരുന്ന സമയത്ത് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ പാൽപ്പായസമാണ് കേട്ടോ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം പെട്ടെന്നുള്ള കുക്കിംഗ് ആയിരുന്നു. കാരണം ഒരുപാട് ലേറ്റായി. അപ്പം വീഡിയോ എടുക്കാൻ നിന്നാൽ പിന്നെയും ലേറ്റ് ആവും. അതുകൊണ്ട് കുക്ക് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ 3 ആളും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മൾ 3 ആളും കൂടി നല്ല സന്തോഷത്തോടെ ആ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്